ഹായ് ഹലോ ഫ്രണ്ട്സ്, നാളത്തെ പുതുപുത്തൻ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി അമ്മയാവാൻ പോകുന്നത് എന്നറിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ആകെ സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാവരെയും തള്ളി മാറ്റിയിട്ട് നമ്മുടെ ചന്ദ്രമതി വേഗം ഈ പൂജാമുറിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പൂജാമുറിയിൽ നിന്ന് നിലവിളക്കൊക്കെ കത്തിച്ചിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ, എനിക്കാണെങ്കിൽ ശ്രുതിക്ക് ആദ്യം തന്നെ ഒരു കുഞ്ഞുണ്ടാവണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയുക. എൻ്റെ ആഗ്രഹം നീ സാധിച്ചു തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ നന്ദി പറയുന്നുണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വരാണ്. ഇവൾക്കിത് എന്ത് പറ്റിയെന്നും വിചാരിച്ച് നമ്മുടെ രവിയും സച്ചിയും രേവതിയും ഒക്കെ കൂടി നോക്കി നിൽക്കുകയാണ് ചന്ദ്രമതിനെ. അങ്ങനെ പോണ വഴിക്കാണെങ്കിൽ ചന്ദ്രമതി നമ്മുടെ രേവതിയെ കളിയാക്കുന്നുണ്ട്. നിനക്കൊന്നും ഈ ഭാഗ്യം പെട്ടെന്നൊന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്കായാലൊരു സങ്കടമൊക്കെ വരാണ്. ശ്രുതിയുടെയും വിവാഹം രണ്ടാമതായിട്ട് കഴിഞ്ഞതാണെങ്കിലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവർക്ക് ഏറ്റവും ആദ്യം കുഞ്ഞുണ്ടാവണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിനൊക്കെ ഇങ്ങനെ ഓരോന്ന് കുത്തി പറഞ്ഞ് നോവിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. പിന്നീട് രവിയുടെ അടുത്ത് ചന്ദ്രമതി പറയാണ്, വേഗം നിങ്ങളുടെ അമ്മയെ വിളിച്ച് പറയേ, നിങ്ങളുടെ അമ്മയല്ലേ പറഞ്ഞത് ഈ വീട്ടിൽ ഏറ്റവും ആദ്യം ജനിക്കുന്ന കുഞ്ഞിനായിരിക്കും ഈ വീട്ടിലെ എല്ലാ സ്വത്തുക്കളും എഴുതി വെക്കാന്ന്. ആ ഭാഗ്യം എൻ്റെ മോൻക്ക് കിട്ടിയിരിക്കണത്, വേഗം വിളിച്ച് പറയുന്നൊക്കെ പറയാണ്. അത് കേട്ട് രവി ചോദിക്കുകയാണ്, ഇതെന്താ മത്സരമാണോന്ന്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ഇതൊരു തരത്തിൽ മത്സരം തന്നെയാണ്, വേഗം നിങ്ങളുടെ അമ്മയെ വിളിച്ച് പറയുന്നൊക്കെ പറയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്